വിനോദ്, ഇപ്പൊ ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന് ഇല്ല, അങ്ങനെ ഒരിക്കലും അവര് പറയില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ തന്നെയാണ്. വ്യക്തമാക്കിയതാണ് ഔദ്യോഗികമായി. ഇല്ല, അങ്ങനെ ആയിട്ട് വരാനുണ്ട്. നിങ്ങൾ മാറ്റി പറയുന്ന ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് വന്നാലും സമാധിയിൽ തൊടാൻ അനുവദിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക്, അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല. വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചേട്ടാ അമ്പലത്തിന്റെ പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം. കാര്യം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ. ഇല്ല, വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്. നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം. നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ, ഇല്ല ഞാൻ സമ്മതിക്കില്ല. 100-ല് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. തിരിച്ചു ചോദിക്കാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുതല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. വീടായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു. താങ്കളുടെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ക്ഷേത്രം വെക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനം ചേട്ടാ, ഇത് ആലോചിച്ച കാര്യങ്ങൾ വായിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും പറയാം. ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയാണല്ലോ. കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പൊ സമാധി ആയാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ, എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല. എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ. അല്ല, അതൊരു ചോദ്യമല്ല. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുത്താൻ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും ഭരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്. ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം? ഗോപൻ സ്വാമിയുടെ മകന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്.